അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ BP ഹമീദ് സാഹിബ്, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട അഷ്റഫ് മാസ്റ്റർ, ഇതിൻ്റെ പ്രസിഡിയം അലങ്കരിക്കുന്ന KP അഹമ്മദ് കുട്ടി സാഹിബ്, TK ഉബൈദുള്ള, CK ഉണ്ണിമോയി, PP അബ്ദുൽ റഷീദ്, ഇതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഷാനിഫ് KP, ഈ സ്മാർട്ട് ക്ലാസ് റൂമോടെ സംഭാവന ചെയ്ത് ഈ സ്ഥാപനത്തിന് സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട കുറുവങ്ങാടൻ മറിയം, ഇതിൽ ആശംസകൾ നേർന്ന് സംസാരിക്കുന്ന വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സമീന സലീം, പ്രിയപ്പെട്ട MP അബ്ദുൽ അലി മാസ്റ്റർ, പ്രിയപ്പെട്ട KM റഹ്മാൻ സാഹിബ്, അതുപോലെ ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട പണ്ഡിതൻ ഫൈസൽ നന്മണ്ട അവർകൾ, കുറുവങ്ങാടൻ അലി സാഹിബ്, ശ്രീ മക്ബൂൽ സാഹിബ്, അത്തീഖ് കമ്മിറ്റി MP സുൽത്താൻ അവർകൾ, ഇതിൻ്റെ സമാപനമായി സംസാരിക്കുന്ന കുഞ്ഞാൻ P മുഹമ്മദ്, നന്ദി പറയുന്ന ശംസുദ്ദീൻ KP, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ മദ്രസയുടെ ഒരു വലിയ സംഗമം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പൂർവ്വ വിദ്യാർത്ഥിയുടെ ഒക്കെ ഇവിടെ നടന്നിരുന്നു. അന്നത്തെ ഒരു വാഗ്ദാനമാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് നിറവേറ്റാൻ കഴിഞ്ഞത്. അതിൻ്റെ ഔപചാരികമായി കാട്ടുന്നതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ കുറുവങ്ങാടൻ മറിയം അവർ നിർവഹിക്കും. നമ്മുടെ സദസ്സിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന CM റഹ്മാൻ സാഹിബ് സുഖമില്ലാതെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്ന് ശിഫയാക്കട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ മദ്രസ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ തുടങ്ങി വെച്ച ഏറെ ബഹുമാന്യനായ പണ്ഡിതനായ MT അബ്ദുറഹിമാൻ മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ വാഴക്കാട്ട് അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും ഒക്കെ അനുസരിച്ച് കൃത്യമായ ചിട്ടയോടുകൂടിയ ഒരു മദ്രസ് അന്ന് കേരളത്തിൽ തന്നെ ഏറെ മാതൃകയിൽ പോയ നമുക്കറിയാം. അന്നൊക്കെ ഇത്തരത്തിലുള്ളൊരു മദ്രസ് തുടങ്ങുന്ന ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മദ്രസ് ഇവിടെ തുടങ്ങി വലിയ വിജയം വരിച്ചത്. അതിനുശേഷം സമീപ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മദ്രസകൾ ജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മദ്രസകൾ എല്ലാവർക്കും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇടക്കൊന്നോളം ഇന്നും മദ്രസകളൊക്കെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, നമ്മൾ ഇന്നിപ്പോൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ നമ്മൾ ചേർക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അത് സ്മാർട്ട് ക്ലാസ് റൂമാണോ, അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ മദ്രസയിൽ അങ്ങനെയൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മദ്രസയിലാണെങ്കിൽ 4 പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും ഡെസ്കും 2 പൊട്ടി കസാരയൊക്കെ മതി എന്നുള്ള ഒരു ധാരണ, നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള നമുക്കറിയാം CBSE സിലബസ് വന്നതോടുകൂടി തന്നെ നമ്മൾ മക്കളെ അതിരാവിലെ 7 മണിക്ക് തന്നെ മാറ്റിയൊരുക്കി നമ്മൾ ബസ്സുകളിൽ എവിടെയാണ് ആ ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാവുക, ഏറ്റവും ഉന്നത വിജയം വരിക്കുന്ന സ്കൂളുകൾ ഏതാണ്, ഏറ്റവും കൂടുതൽ ഡൊണേഷൻ കൊടുക്കുന്ന സ്കൂളുകൾ ഏതാണ് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം തേടി മക്കളെ പറഞ്ഞേക്കുമ്പോൾ നമ്മളെ വിദ്യാർത്ഥി മക്കൾക്ക് മദ്രസ പഠനം മതപഠനം നിന്നുപോയോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു അർത്ഥത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ 2-3 പാലങ്ങൾ ഇടവണ്ണപ്പാറ വന്നപ്പോൾ 14 15 CBSE സ്കൂളുകളുടെ, ഞാൻ CBSE വിമർശിക്കുകയല്ല, ഏത് സ്കൂളുകളായാലും ഉന്നത നിലവാരത്തിൽ എത്തുന്ന മക്കളൊക്കെ ആ ബസ്സിൽ കയറി പോകുമ്പോൾ അവർക്ക് രാവിലെ കിട്ടുന്ന മദ്രസ പഠനം നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ നമുക്കറിയാം, സ്കൂളുകളിലൊക്കെ ഉള്ളത് ചില സ്കൂളുകളിലൊക്കെ 1 അവർ അല്ലെങ്കിൽ ഒരു 10-30 മിനിറ്റ് മാത്രമാണ് മതപഠനമുള്ളത്. അപ്പം മതപഠനം നമ്മൾക്ക് ഇഹപര നമുക്ക് മാതൃകയായി നമ്മൾ ജീവിക്കേണ്ട നമ്മുടെ ആ മതപഠനം നിന്നു പോകുന്ന ഒരു അവസരത്തിലാണ്
ഇത്തരത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഇന്ന് അനിവാര്യമാണ് എന്നുള്ളിടത്താണ്. ഇന്ന് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് രക്ഷിതാക്കൾ ഏറെ പറഞ്ഞത്. അപ്പം മദ്രസകൾ ഇത്തരം പുരോഗമനമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് മുന്നോട്ട് പോയ ഈ ദാറുസ്സലാം മാനേജ്മെന്റിനെയും അതിനെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ, അതുപോലെ ഇത്തരം സ്ഥാപനങ്ങൾ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടൊക്കെ സഹായത്താൽ ഉന്നത നിലവാരമുള്ള മദ്രസയായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടു. ഇതിനൊക്കെ പിന്നിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച, നമുക്കറിയാം മദ്രസ തുടങ്ങിയ കാലങ്ങളിൽ MT-യോടൊപ്പം തന്നെ അന്ന് ഇവിടെ മദ്രസയിൽ അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരുപാട് നമ്മൾ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പഠിപ്പിച്ച് ഒരുപാട് അതിൻ്റെ ഒരു വാഴക്കാട്ട് കാണുന്ന ഒരു ചിത്രവും അത് തന്നെയാണ്. നല്ല പരിവർത്തപ്പെടുത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഈ പള്ളിയും ഈ മദ്രസയും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ കാരുണ്യവാനോടൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നല്ലൊരു സമൂഹത്തെ, നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അത് ഈ മദ്രസയുടെ ഒക്കെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം ഇതിന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന തക്കതായ ഫലം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഈ ഉദ്ഘാടന കർമ്മം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബിസ്മില്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന് എല്ലാ പരിപാടികൾക്കും ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.